ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. പാരൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രകൃതിപരമായി നമ്മൾ പാരൻ്റ് ആകാൻ അല്ലെങ്കിൽ പാരൻസ് ആകാൻ യോഗ്യതയായതുകൊണ്ടാണ് നമ്മൾ പാരൻസ് ആകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ പല കാര്യങ്ങളും കുട്ടികൾക്ക് ഫേസ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ അവർ സോഷ്യലി, മെൻ്റലി, സൈക്കോളജിക്കലി വേറെ സംഭവങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ ഒരു ടൈപ്പ് വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും അവരെ ദേഷ്യപ്പെടുക, എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുക എന്നതിനേക്കാളും കുറ്റപ്പെടുത്തിക്കോളൂ, കുഴപ്പമില്ല, തെറ്റ് ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തിക്കോളൂ, എന്നാൽ അടുത്ത സമയം വളരെ സ്നേഹമായിട്ട് ചിലപ്പോൾ പെരുമാറേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു ആർട്ടായിട്ട് ഏറ്റെടുക്കുക, ഒരു കലാപൂർവമായി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് എന്ത് വേണമെങ്കിലും അവർ നമ്മളോട് പറയുന്ന ഒരു ഫ്രീ ഏരിയ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ ഫ്രീ ഏരിയ കൊടുത്ത് അവർ പറയുന്ന കാര്യം കേൾക്കുവാനും ഇരിക്കുവാനും ഒക്കെ നമ്മൾ സന്നദ്ധനായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ഞാനൊരു അച്ഛനാണ്, ഞാൻ ദേഷ്യമായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഞാനൊരു അമ്മയാണ്, ഞാൻ വളരെ സോഫ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നതിനേക്കാളും മൾട്ടിപ്പിൾ രീതിയിലുള്ള അപ്രോച്ച്, അതായത് നമ്മളിപ്പോൾ ഒരിക്കലും ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ദേഷ്യ മനോഭാവമായിട്ടിരിക്കേണ്ട. അവരോട് നമ്മൾ വീണ്ടും ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവരോട് നമുക്ക് വീണ്ടും പോയി സമാധാനപരമായിട്ട് സംസാരിക്കാം, അവരെ ലവ് ചെയ്യാം, അവരെ ഹഗ് ചെയ്യാം, അവരെ കിസ് ചെയ്യാം, അല്ലേ? അവർ പഠിക്കുന്ന സമയത്ത് മക്കളെ ഞാനും കൂടെ ഉണ്ട്, നിൻ്റെ കൂടെ, രാത്രി ചിലപ്പോൾ ഒരു ഉറങ്ങാതിരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കാം, നമുക്കുറക്കം വരുമായിരിക്കാം, എന്നിരുന്നാലും മക്കളെ അച്ഛൻ കൂടെ ഇരിക്കണോ അല്ലെങ്കിൽ അമ്മയും കൂടെ ഇരിക്കണോ എന്നൊക്കെ ചോദിച്ചോളൂ. അവർ നമ്മളെ കൂടെ ഉണ്ട്, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഫീലിങ്സ് അവർക്ക് ക്രിയേഷൻ ആവട്ടെ, അല്ലേ? അപ്പം അങ്ങനെ ഇതെല്ലാം ഒരു കൂട്ടായ്മയാണ്. അതായത് ഒരു ആള് അല്ലെങ്കിൽ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് സ്റ്റഡി എന്ന് പറയുന്നത് അവർ മാത്രം നടക്കുന്ന കാര്യമല്ല, ഒരു കൂട്ടായ്മ അവിടെ വേണം. ടീച്ചേഴ്സിൻ്റെ ആയാലും പാരൻസിൻ്റെ ആയാലും മറ്റുള്ളവരുടെ ആയാലും, അല്ലേ? ഒരു കൂട്ടായ്മ കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് നിനക്ക് പഠിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു കൂട്ടായ്മ. അവരും നമ്മുടെ പോലെ പല പല ബുദ്ധിമുട്ടുകളിൽ കൂടെ സഞ്ചരിച്ചായിരിക്കും സ്കൂളിലും കോളേജിലും, അല്ലേ, വീട്ടിൽ പോയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു പാർട്ണറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. ആ കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ആവും. നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, താല്പര്യം കൊടുക്കണം, അവർക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് കൊണ്ടുപോയാൽ അവർക്ക് നല്ലൊരു വിജയത്തിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ പാരൻറ്റിങ് ഈസ് ആൻ ആർട്ട് തന്നെയാണ്, അതൊരു കല തന്നെയാണ്.